അപ്പോൾ ഗൈസ് എല്ലാം മച്ചന്മാർക്കും മഗ്ഡ്രബാണ് മറ്റൊരു സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റുമായിട്ടാണ് ഗൈസ്. നമ്മൾ ചലഞ്ച് ഏറ്റെടുത്താണ് ഗൈസ് വന്നിരിക്കുന്നത്. ഡു നോട്ട് ടച്ച് ഗ്രീന്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി വില്ലേജ് ഉണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു സോംബി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ പോയ വഴിയെ തന്നെ തിരിച്ചു വന്നു. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഗൈസ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നും കൂടെ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. നമുക്ക് ഈ പാൻറ്റിനെ അടിച്ചെന്ന് ദേഹത്ത് നമ്മൾ തൽക്കാലം അടിക്കുന്നില്ല, അത് ഗ്രീനാണ്. അതവിടെ ഒരു വില്ലേജ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു വഴി വെട്ടിയാണ് പോയത്. പിന്നെയാണ് ഈ മനസ്സിലായത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സൈഡിൽ കൂടെ സാൻഡായിരുന്നു. ആ ഒരു കളി അതായിരുന്നു. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ടൂളെന്ന് പറയുമ്പം വേണ്ട ടൂൾ ഏതാ? പോയോസം പോലെ വൈസ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയില്ലല്ലോ, അതൊക്കെ അങ്ങ് പോയപ്പോഴേ ഏതാ പെട്ടെന്ന് ചാവും. ഇതിൻ്റെ ഹെൽമെറ്റ് ഇട്ടിട്ട് വേറെ പരിപാടിയുള്ളതാണ്. ഇത് തലക്കടിക്കരുത്. കയറിയോടാ ഇങ്ങോട്ട്, കയറിയോടാ തല പോച്ച 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 തൊട്ടില്ല. നമുക്ക് തൊട്ടില്ലല്ലോ, നമ്മൾ ചവിട്ടിയില്ല കൈസ്. പൊട്ടിയാണ് കൈസ്. ഓയോ ഓടിക്കോ. ഒന്നും തന്നില്ല. നമുക്ക് ഇച്ചിരി വുഡ് വെട്ടിക്കൊണ്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്കൊരു ഹോ ഉണ്ടാക്കാം ഗൈസ്. ഹോയാകുമ്പോൾ എനിക്ക് ഇച്ചിരി ഡ്യൂറാബിലിറ്റി ഉണ്ട്. ശവലും കൊണ്ട് അത് മണ്ണ് വെട്ടും ഒറ്റയല്ലല്ലോ, മറ്റേത് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കാലം കൊണ്ട് ഇതൊന്നും തൊട്ടരുത് ഗൈസ്. ഈ സീഡ് നമ്മൾ കാലം കൊണ്ട് തൊട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്താ സീഡ് കയ്യിൽ പോവാത്തേ? അതാണ് ഞാൻ ചെയ്യാൻ നോക്കിയത്. ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി, ഇത് ഉണ്ടാക്കി. നമുക്ക് ഇച്ചിരി ബാക്കിലോട്ട് വേണം. ഇതും കൂടെ അങ്ങ് വെട്ടാം, കൂടി വെട്ടാം. ഇതുകൂടെ വെച്ചിട്ട് ഒരു ഹോ ഉണ്ടാക്കണം ഗൈസ്. ഒരു ഹോ ഫസ്റ്റായിട്ട്, പിന്നെ ഒരു പിക്കാക്സ്. വേറൊന്നും വേണ്ട. സാധാരണ ഒരു വുഡൻ പിക്കാക്സ് മാത്രം ഉണ്ടാക്കാറുള്ളൂ ഗൈസ്. ഇത് പിന്നെ ഇങ്ങനെ ചലഞ്ചായതുകൊണ്ട് ഉണ്ടാക്കി. അവിടെ തീയുണ്ട്. അയ്യോ വില്ലേജർ പോച്ചാ പോച്ചാ. ഇതിൽ കൂടെ പോവാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്നെങ്കിലും കട്ടണം. ഇവരെല്ലാം കൂടെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ടാർഗറ്റ് വെക്കാൻ ഗൈസ്. വേറൊരു വില്ലേജ് കണ്ടുപിടിക്കണം പച്ച തൊടാതെ. തൊട്ടില്ല. അതും രാത്രി ഒഴിച്ച് ബാക്കിയെല്ലാം കരയപ്പെടണം. സെറ്റ് നമ്മൾ ആ മെഷീന് വേണ്ടി തയ്യാറാക്കുകയാണ് ഗൈസ്. നമ്മൾ പുറപ്പെടുകയാണ്. ടാറ്റ വില്ലേജ്. വീണാൻ അതിനകത്തോട്ട്. തൊട്ടില്ല വൈദ്യുതി. കട്ട പോടാ. ഇതിനകത്തോട്ട് കയറാം നമുക്ക്. എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒരു 10-15 മതിയായിരിക്കും. സോൺ
നാളെ മറ്റേ മൈൻക്രാഫ്റ്റ് വേൾഡിൻ്റെ വീഡിയോ ഇരുന്നിരിക്കും ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ പുല്ല് അല്ല കട്ട വിട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അയ്യോ പിക്കാക്സ് ഒക്കെ എടുത്ത് ഷവ് ചെയ്യാൻ നോക്കണം. അങ്ങോട്ട് വേണം പോകാം. ഞാൻ ആലോചിച്ച മരത്തിൻ്റെ മണ്ടക്കൂടെ ചാടി ചാടി പോകുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് മരം പച്ചയില്ലേന്ന്. രാത്രിയാവുന്നത് അവിടെ വെള്ളമുണ്ട്, നമുക്ക് ആ വഴി പോകാൻ തൽക്കാലത്തേക്ക്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വഴി ഇതങ്ങ് മാറ്റാം. റിസ്ക് എടുക്കണ്ട. നമുക്കിനി വെള്ളത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം മൊത്തം. ചാവാതിരുന്നാൽ കൊള്ളാം. ഇവിടൊക്കെ സ്കെൽട്ടനും സോങ്ങിയൊക്കെ നിൽപ്പുണ്ട്. തൽക്കാലം മുങ്ങി പോവാം. ക്രീപ്പറൊക്കെ കൊണ്ട് നമ്മുടെ ലക്ഷ്യം വില്ലേജ്. ഈ പാർട്ടി തീർന്നില്ലെങ്കിൽ ഞാനത് സെക്കൻഡ് പാർട്ടി ഇവിടെ സ്കെൽട്ടനെല്ലാം നിൽക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ താഴെ കൂടെ കാണാതെ ഇങ്ങനെ അങ്ങ് പോകാം ഗൈസ്. നമ്മൾ ചത്താനും കളയരുത് ഗൈസ്, അതേ കാര്യം. നമ്മുടെ സ്പോൺ പോയിന്റ് ഈ 10 സ്ഥലത്താണ്. അപ്പം ചത്തില്ലെങ്കിലും അങ്ങനെ ആയില്ലെങ്കിലും പോണ പോയി ചത്തോളാം. ഞാൻ പിന്നെ തുടങ്ങാം. അങ്ങനെയാണെന്ന് വെച്ച് ഞാൻ ആദ്യം സാൻഡി എന്നാണ് എടുത്തത്. പിന്നെ സോംബി വരായിരിക്കും വെള്ളത്തിൽ നടത്തുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വില്ലേജ് കണ്ടുപിടിക്കണം. നീ കമൻറ്റ് ചെയ്യില്ല ഞാൻ ചാവോ ഇല്ലയോ, അല്ല വിജയിക്കും ഇല്ലയോ. ഇപ്പം ചെയ്യണം, ഇപ്പം ചെയ്യും. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് ചലഞ്ച് നിങ്ങളുടെ ചലഞ്ച്. ഒരു ഡോൾഫിൻ അവിടെ ഉണ്ട്. നമ്മൾ ഡോൾഫിൻ തള്ളിക്കൊണ്ട് പോയാണ് ഇപ്പം. നമുക്ക് നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഇപ്പം. നമ്മൾ ഇഷ്ടംപോലെ ദൂരമൊക്കെ താണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പോസ്റ്റില്ലാത്ത സ്ഥലമൊക്കെ നമുക്ക് നിൽപ്പുണ്ട്. നമുക്ക് ഇത്ര ഇഷ്ടംപോലെ ദൂരം നമ്മളെ 2 ഡോൾഫിൻസാണ് നമ്മളിഷ്ടംപോലെ സഹായിച്ച് ഇത്ര ദൂരമൊക്കെ വരാൻ. ഇപ്പം ദൂരമൊക്കെ പച്ച തൊട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ നിറച്ച് ഞാൻ എങ്ങോ ഇവിടെ നിന്ന് വന്ന് എനിക്കൊരു പിടുത്തമില്ല. മരത്തിൻ്റെ മണ്ടൊക്കെ വെച്ച് കയറി നോക്കാന്ന് ചോദിച്ചാൽ വന്ന് നമുക്ക് ജയിച്ചോ. ഇവിടെ നിറച്ച് സോംബീസും ഒക്കെയാണ്. അയ്യോ പോയിക്കോ. വഴിയുണ്ട്. നമുക്ക് ഇതിൻ്റെ മണ്ടൊക്കെ കയറി നിൽക്കാം ഗൈസ്. അവന്മാരൊക്കെ അതൊന്നുമില്ല. നമുക്ക് നമ്മുടെ തവളയൊക്കെ ഗൈസ്. നമ്മുടെ ഫുഡും ഇല്ല. ഈ വൈറ്റ് ടൂർ വെച്ച് അങ്ങോട്ട് പോവാം. അയ്യോ
നിങ്ങൾ പച്ചക്ക് ഇതിനകത്ത് കയറിയില്ലേ? അയ്യോ തേഞ്ഞു. നീ കൊന്നു ഗൈസ്. നമുക്ക് ഒരു ലൈഫ് ഏകദേശം ചെറിയതായിട്ടൊരു ഇത് മാത്രമേ നമുക്ക് ഒരു രാത്രി മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഞാൻ അറിയാതെ ആ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. എന്താണ്ട് ഞാൻ അറിയാതെ ഒന്ന് കയറി നിന്നു പോയി. ഒന്ന് ആലോചിച്ചു ഗൈസ്. അത്രയും കയറി നിന്നിട്ട് ഞാനൊരു പുല്ലിലും ഒന്നിലും ചവിട്ടാതെ വരെ ആറ്റില്ല ആറി നിന്ന്. എന്നിട്ട് അറിയാതെ കയറി എൻ്റെ പൊട്ടത്തരത്തിന് അതിനകത്ത് കയറി നിന്ന് ഞാൻ. അപ്പോൾ ഈ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ.